വിയറ്റ്നാം മാൾട്ട മുസമ്പി കേട്ടോ. ഇപ്രാവശ്യം ഒരു വലുതായിട്ടുണ്ടായിരിക്കണം, 3 ഉള്ളൂ. പിന്നെ ഇപ്പോൾ ചെറുതെങ്കിലും ഉണ്ടായി വരുന്നുണ്ട്. 3 വലുതേ ഉള്ളൂ. ഇതൊരു ബക്കറ്റിലായിരുന്നു. ബക്കറ്റിൽ വളർച്ച കുറഞ്ഞപ്പോൾ ഞാൻ അതിനൊരു കവറിൽ ഒരു ഡ്രമ്മിലേക്ക് മാറ്റി. ഡ്രമ്മിലായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായില്ല. അപ്പോൾ അത് എവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടോ, ഉണ്ടായി തന്നെ ഉണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ടോ. അത് ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ ഈ 3 കണ്ടിട്ടുണ്ടായുള്ളൂ. ഇപ്പോഴാണ് ഇത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നുണ്ട്. കണ്ടതാ, ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇത് താഴെയുണ്ട്, പിന്നെ ഇത് ഇവിടെയുണ്ട്. ഇതൊക്കെ ചെറുതങ്ങളുണ്ടായിരിക്കണം. 3 വലുതെന്ന് പറഞ്ഞാൽ അത് ഇതാണ് കണ്ടോ. ഇത് രണ്ടാമത്തെയാണ്. നല്ല വലിപ്പത്തിലായി പ്രാവശ്യം ഉണ്ടായിരിക്കണം. കൂടുതലുണ്ടാകുമ്പോൾ ഇത് വലിപ്പം കുറഞ്ഞു പോകുന്നുണ്ട്. പച്ചയ്ക്കും ഒരു നല്ല മധുരമുണ്ട്. എല്ലാവർക്കും വയ്ക്കേണ്ട ചെടി കേട്ടോ ഇത്. ഇതാണ് 3ാമത്തത്. ഇത് നല്ല വെയിലും വളവും ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. വേറെ വലിയ കീടബാധകളൊന്നും കാണുന്നില്ല. എല്ലാ നഴ്സറികളിലും ഇപ്പോൾ കിട്ടും കേട്ടോ. വിയറ്റ്നാം മാൾട്ട മുസമ്പി അങ്ങനെ പറഞ്ഞു. പിന്നെ ഇന്ത്യൻ മുസമ്പി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇന്ത്യൻ മുസമ്പി എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് ഉണ്ടാവണതാണ്. ഇതാണ് ഇതിൻ്റെ വിയറ്റ്നാം മാൾട്ടയുടെ പൂവ്. ഇതൊക്കെ ഞാനിപ്പോൾ കാണുന്നതാണ്. ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കാറില്ല. ഇതൊക്കെ കായ ഉണ്ടായിരുന്നുണ്ടോ. ഇവിടേക്ക് കുറേ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം കൊല കുത്തി ഉണ്ടായതാണ്. ഇപ്രാവശ്യം നോക്കലിച്ചിട്ട് കുറഞ്ഞു പോയി. പിന്നെ ഡ്രമ്മ് മാറി വെച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം വന്നു അവർക്ക്. ഇത് എവിടെയൊക്കെ ഉണ്ടോ. ഉണ്ടോ.